നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ രണ്ട് പ്രധാന ഗ്രഹങ്ങളാണ് ശനിയും ശുക്രനും. 2024-ലും 2025-ലുമായി ശനിയും ശുക്രനും 2 തവണ കണ്ടുമുട്ടുന്നുമുണ്ട്. 2024 ഡിസംബർ ഒരു ശനി ശുക്ര സംയോഗം സംഭവിച്ചിരിക്കുന്നതാകുന്നു. ഇനി വരുന്ന മാർച്ചിലും ശനി ശുക്ര സംയോഗം നടക്കുന്നതാണ്. ശനിയുടെയും ശുക്രന്റെയും ഈ സംയോഗം ചില രാശികളിൽ ജനിച്ച വ്യക്തികൾക്ക് അനുകൂലമായി തീരും. ആ ഭാഗ്യരാശികളെ കുറിച്ച് മനസ്സിലാക്കാം. പറയുന്നത് രാശി പ്രകാരമുള്ള ഫലങ്ങളാണ്. പൊതുഫലപ്രകാരം നോക്കുമ്പോൾ ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ആ നക്ഷത്രക്കാരെ കുറിച്ച് അഥവാ ആ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ശനിയുടെ രാശിയാണ് കുംഭം. കുംഭം രാശിയിൽ അതിനാൽ ജനിച്ചവരാണ് എങ്കിൽ ശനി ശുക്ര സംയോഗം നിങ്ങൾക്ക് ഏറ്റവും ലാഭപ്രദമായി മാറുന്ന സമയമാണ്. കാരണം ആദ്യത്തെ സംയോഗം ഈ രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് സംഭവിക്കുന്നത്, രണ്ടാമത്തേത് ധനഭാവത്തിലും. അതിനാൽ തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും കൂടിച്ചേരലിലൂടെ ഏറ്റവും അധികം ലാഭം നേടാൻ പോകുന്ന രാശി അത് കുംഭം രാശി തന്നെയാകുന്നു. വളരെയധികം നേട്ടങ്ങൾ പൊതുഫലപ്രകാരം നിങ്ങൾക്ക് വന്നു ചേരാം. അതിൽ ആദ്യത്തേതായ കാര്യം പ്രതീക്ഷിക്കാതെയുള്ള ധന നേട്ടങ്ങളാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകണം എന്നില്ല, എന്നാൽ ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആകസ്മികമായ ധന നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യം, ജോലിയിൽ ഉണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് പോകുവാനും ജോലിയിൽ വളരെയധികം ഉയർച്ചയും വരുമാന വർധനവും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. വരുമാന വർധനവ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് അനവധിയായ നേട്ടങ്ങൾ ഈ സമയം വന്നു ചേരാം. കുംഭം രാശിക്ക് ശനി ശുക്ര സംയോഗത്തിലൂടെ ലഭിക്കുന്നത് ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളാകുന്നു. ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ, ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാകാം. ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ലാഭം മുൻനിർത്തിയുള്ള ഏതൊരു പ്രവർത്തനവും വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശനിയുടെ അനുഗ്രഹത്തിലൂടെ വ്യക്തിപരമായും മാനസികപരമായും വളരെയധികം വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാക്കുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക്, കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം അനുകൂലമാകുന്ന സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നടക്കുന്നതായ സമയമാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ശനിയുടെയും ശുക്രന്റെയും സംയോഗം നേട്ടമാകുന്ന അല്ലെങ്കിൽ അനുകൂലമാകുന്ന മറ്റൊരു രാശി അത് മകരം തന്നെയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിക്കാരുടെ ധനഭാവത്തിലും 3-ാം ഭാവത്തിലുമാണ് ഈ രണ്ട് സംയോഗങ്ങൾ സംഭവിക്കുന്നത്. തന്മൂലം നിങ്ങൾക്ക് വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സാഹസികത വർദ്ധിക്കും, എന്നാൽ ആ കാര്യം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏത് കാര്യത്തിലും തളർന്നിരിക്കുന്നതായ ആ മനോഭാവം, രണ്ട് ചിന്തകൾ, നടക്കുമോ ഇല്ലയോ എന്ന ചിന്ത, അത്തരം ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കുവാനും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. അപ്രതീക്ഷിതമായാണ് ധനം കൈകളിലേക്ക് വന്നു ചേരുക. ജോലിയുമായി ബന്ധപ്പെട്ട് ഉന്നതമായ പദവികൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
സാമ്പത്തിക സ്ഥിതി ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇപ്പോൾ പ്രതികൂലമായി നിൽക്കുന്നതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ഏതൊരു നല്ല കാര്യം ചിന്തിച്ചാലും നിങ്ങൾക്ക് നെഗറ്റീവായ ചില ചിന്തകൾ കടന്ന് വരുന്നതാകുന്നു. തന്മൂലം സംശയത്തോടെയാകാം പല കാര്യങ്ങളും. സംശയത്തോടെ ചെയ്യുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയും ശുഭകരമായ പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. മനസ്സ് സന്തോഷവും സമാധാനവും ഉള്ളതായി മാറും. പങ്കാളിയോടൊപ്പവും കുടുംബത്തോടൊപ്പവും സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സഹോദരങ്ങൾ എന്നിവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആവശ്യ സമയത്ത് ഇവരുടെ സഹായം, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. തിരിച്ച് നിങ്ങൾക്കും നൽകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശത്രുക്കൾ പലരുണ്ട് നിങ്ങൾക്ക്. ആ ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്നതായ ആ സൗഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ്. ശനി ശുക്ര ഇരട്ട സംയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കർമ്മ ഭാവത്തിലും വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവത്തിലുമാണ് ഈ സംയോഗങ്ങൾ സംഭവിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല നേട്ടങ്ങൾ ജീവിതത്തിൽ പല ആവർത്തി വന്നു ചേരാം. ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. വലിയ ലാഭങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം വരുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം. സഹപ്രവർത്തകരുമായുള്ള ബന്ധം നിങ്ങൾക്ക് കൂടുതൽ മികവോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പ്രവർത്തന മികവ് അത് ജോലിയിലും ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും ദൃശ്യമാകുന്ന ഒരു സമയം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ മനസ്സിൽ സന്തോഷവും സമാധാനവും വന്നു ചേരാം. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് അലോസരപ്പെടുത്തുന്നു എങ്കിൽ പോലും മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങളും തന്മൂലം സമാധാനവും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ അല്പം കൂടി അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പോലും ലഭിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയം. മനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരാം. മാനഹാനി സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. മനസ്സുകൊണ്ട് പോലും അറിയാത്തതായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം.